ആദ്യം നമ്മൾ ഒരു കൊഴിയാളെ എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ കഴുകുന്നു. നല്ല വൃത്തിയായിട്ട് മണ്ണ് പോകുന്ന രീതിയിൽ കഴുകുന്നു. അണ്ടർസ്റ്റാൻഡ്? എന്നിട്ട് പിച്ചാത്തി എടുത്ത് ഈ മൂർച്ചയുള്ള സാധനം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് മീനെടുത്ത് തിരിച്ച് ഇങ്ങനെ വെക്കണം. എന്നിട്ട് പറണ്ടണം. പറണ്ടണം. അതിന്റെ സംഭവം വേണ്ട. ആ സംഭവം പോകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നല്ലപോലെ അങ്ങോട്ട് പറഞ്ഞിട്ട് കളയണം. ഇല്ലെങ്കിൽ അത് ഉള്ളിൽ പോയാൽ തൂറ് ചാവാം. എന്നിട്ട് ഇപ്പർ സൈഡ് വെച്ചിട്ട് ഇപ്പർ സൈഡ് പറയണം. അണ്ടർസ്റ്റാൻഡ്? ഇപ്പർ സൈഡ് പറഞ്ഞ് തീരാറാവുമ്പോൾ ഇപ്പർ സൈഡ് പറയണം. എന്നിട്ട് നല്ലപോലെ പറയണം. നമ്മൾ ഒരു മീനിനെ കിട്ടിയാലേ പിന്നെ അതിന്റെ അന്തകൂടാശവരെ നടത്തണം. എന്നിട്ട് വാല് വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്യണം. വാൽ വേണ്ടെങ്കിൽ കട്ട് ചെയ്യല്ലോ. ഓക്കെ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇറക്കണം. വാലർത്ത് കഴിഞ്ഞു. നമ്മൾ വാലർത്ത് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് കഴുകണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തല രണ്ടും ഇങ്ങനെ ആക്കിയിട്ട് ഈ സൊനാ പീസ് അങ്ങ് എടുക്കണം. ഇല്ലെങ്കിൽ അത് വയറിളകും. അത് വയറ്റിന് ദോഷമാണ്. ഇരുന്നോണ്ടൊന്നും സംഭവിക്കാനും എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആയിക്കോട്ട് വെക്കണം. എന്നിട്ട് അതിന്റെ കുടൽ എന്ന് പറയുമ്പോൾ വൻകുടലുണ്ട്, ചെറിയ കുടലുണ്ട്, വലിയ കുടലുണ്ട്. ഇതിങ്ങനെ വയറ്റിന്ന് ഇറക്കണം. എന്നിട്ട് ദൂരം ഇറത്തിട്ട് നമ്മൾ ഒരു ദ്വാരം ഇടണം. അപ്പോൾ കണ്ടോ, ഒരു കറുത്ത സാധനം, ഒരു മഞ്ഞ സാധനം, ഒരു പിങ്ക് സാധനം, പിന്നെ ബാക്കിയെല്ലാം അതിലുള്ളത്. ഈ മഞ്ഞ സാധനം അതെടുത്ത് കളയണം. എന്നിട്ട് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കണം. കണ്ട, ഇതാണ് കറുത്ത സാധനം. ഇത് തിന്നാൽ അന്ത്യഭൂതാശം നടത്താം. ഇതില് കാണുമ്പോ കറുപ്പ് വെള്ളയൊന്നും കാണാം. എന്നിട്ട് ഇതിങ്ങനെ പിച്ചിട്ട് തിന്നണം. എന്നിട്ട് ഈ സാധനം എടുത്ത് കളയണം. അതേപോലെ തന്നെ ഇവിടെ ഇതൊക്കെ ആദ്യമാണ് എടുത്ത് കളയാം. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചതിരെടുത്ത് ഞൊറണ്ടി കളയണം. ഓക്കെ? എന്നിട്ട് ഇതങ്ങെടുത്ത് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജിങ്കോൾഫിക്ക മൊണാൾഫിക്ക മീൻ റെഡി. ഇനി നമുക്ക് എന്നിട്ട് ഇനി നമുക്ക് തലഭാഗത്തോട്ട് പോവാം. അതിനു മുമ്പ് ഞാൻ ഇതിന്റെ ചിറകൊന്ന് കട്ട് ചെയ്തോട്ടെ. എന്നിട്ട് നമ്മൾ ഈ അതിന്റെ മോണ എടുത്ത് കയറണം. അതിന്റെ ചെവുക്കൽ വിളകനെ കണ്ടോ, അത് പിടിച്ചിട്ട് വന്നില്ലെങ്കിൽ തറയിലിട്ട് ഉടച്ചിട്ട് വെക്കുക. ഓക്കെ? എന്നിട്ട് പൂച്ചക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കഴുത്തൊക്കെ ഒടിഞ്ഞാടേ, കൈയും കാലൊക്കെ വെച്ചാൽ കഴുത്തൊക്കെ ഒടിഞ്ഞാടേ, എന്നിട്ട് കഴുകുക. വെള്ളം